പിറ്റ്യൂട്ടറിനെ പറ്റി നമ്മൾ സംസാരിച്ചു, എൻഡോസ്കോപ്പിക് സർജറീസിനെ പറ്റി സംസാരിച്ചു, ENTയുടെ സപ്പോർട്ടിനെ പറ്റി സംസാരിച്ചു. ഇപ്പം ആൾക്കാർക്ക് മറ്റൊരു സംശയം സാധാരണക്കാരനുണ്ടാകുന്നത് ഇത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി, നമ്മൾ പിറ്റ്യൂട്ടറി അഡിനോമയെ കുറിച്ചാണ് പറയുന്നത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്കകത്ത് വരുന്ന മുഴയ്ക്ക് പ്രത്യേകിച്ച് കാരണമായിട്ടൊന്നും പറയുന്നില്ല. ചില സിൻഡ്രോംസിന്, ചില പ്രത്യേകം സിൻഡ്രോംസിന് മാത്രമേ പിറ്റ്യൂട്ടറി ഗ്രന്ഥി എക്സ്ട്രാ വരുന്നുള്ളൂ. അല്ലാണ്ടുള്ള കേസുകൾക്കൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നത്, പ്രത്യേകിച്ച് ഒരു കാരണമില്ലാണ്ട് വരുന്നത്. അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഇതിൻ്റെ അകത്ത് കാര്യം കിടക്കുന്നത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ബേസിക്കലി എല്ലാ ഹോർമോൺസും, ബോഡിയിലെ എല്ലാ ഹോർമോൺസും കൺട്രോൾ ചെയ്യുന്ന മാസ്റ്റർ ഗ്ലാൻഡാണ്. അപ്പം രണ്ട് രീതിയിലാണ് ഇത് പ്രസൻറ്റ് ചെയ്യുക. മാത്രമല്ല ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിൻ്റെ തൊട്ട് മുകളിലാണ് നമ്മുടെ കാഴ്ചയുടെ ഞരമ്പിരിക്കുന്നത്. അപ്പോൾ രണ്ട് രീതിയിലാണ് ഇത് പ്രസൻറ്റ് ചെയ്യുക. ഒന്നുകിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഈ അതിൻ്റെ അതിലുള്ള ഹോർമോൺസ് എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട്, ഈ ഹോർമോൺ എക്സസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റേതായ കുറേ സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്കകത്ത് നിന്ന് പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ സെക്രീറ്റ് ചെയ്യാന്നിരിക്കുക. പ്രൊലാക്റ്റിനാണ് നമ്മുടെ ഈ ലാക്ടേഷൻ, അതായത് ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ. അപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് ഈ ലാക്ടേഷൻ പീരീഡ് അല്ല, ഈ ബ്രസ്റ്റ് ഫീഡിങ് ഉള്ള സമയത്ത് അല്ലാണ്ട് ഉള്ള സമയത്ത് ബ്രസ്റ്റിൽ നിന്ന് മിൽക്ക് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ സൈൻ. ഇപ്പം പ്രൊലാക്റ്റിൻ കൂടുതലാണ്. അതുപോലെ തന്നെ കുഷിങ്, ഈ കോർട്ടിസോൾ, സ്റ്റീറോയിഡ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിംറ്റംസ്. വണ്ണം കൂടുക, നമ്മൾ എന്ത് ചെയ്തിട്ടും വണ്ണം കുറയാത്ത സിറ്റുവേഷൻ, BP വല്ലാണ്ട് വരിക, ഡയബറ്റീസ് വരിക. അതിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അത് കാണുമ്പോൾ പറയാം ഇത് കോർട്ടിസോൾ, ദേഹത്തുള്ള സ്റ്റീറോയിഡ് ലെവൽ കൂടുതലാണ്. അപ്പം ഇങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് നമ്മളിത് അസസ് ചെയ്യുന്നത്. എന്താണ് സിംറ്റം, എന്താണ് പ്രശ്നം. അപ്പോൾ ഇത് നമ്മൾ അസസ് ചെയ്ത് വരുമ്പോഴത്തേക്കും പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്കകത്ത് മുഴ. പിന്നുള്ളത് ഇതൊന്നും ഹോർമോൺ സെക്രീറ്റ് ചെയ്യാണ്ട് വെറുതെ ഒരു തടിപ്പ് മാത്രമായിട്ട് വളർന്നു വന്നത്, ഈ പറഞ്ഞ പോലെ കാഴ്ചയുടെ ഞരമ്പ് ഉണ്ടല്ലോ അതിന് മുകളിൽ, കാഴ്ചയുടെ ഞരമ്പിൽ ഞെരുക്കുണ്ടാക്കി കാഴ്ച ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങും. അതാണ് ഏറ്റവും വളരെ കോമൺ ആയിട്ട് വരുന്നൊരു ഫിനോമിന. കാഴ്ച ഡ്രോപ്പ് ചെയ്യുന്ന ഒരു വലിയൊരു ഫിനോമിന അതിൻ്റെ അകത്ത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കൺസലേഷൻസ് ഓഫ് സിംറ്റംസ് കാണുമ്പോഴാണ് നമ്മൾ സംശയിക്കുന്നത്, ഓക്കെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്കകത്ത് മുഴയുണ്ടാവാം. അപ്പോഴാണ് നമ്മൾ സ്കാൻ എടുത്ത് നോക്കുന്നതും ആൻഡ് ഇവാലുവേഷൻ ചെയ്യുന്നതും. അപ്പം ഒരു വ്യക്തിയുടെ ഇതിൽ ഇത്തരത്തിലുള്ള ഒരു സിംറ്റംസ് കാണുമ്പോൾ ആദ്യം അവർ ആരെ കാണണം? നമ്മൾ ഇതാണ്. അപ്പോൾ കാഴ്ചക്കുള്ളൊരു പ്രശ്നമുണ്ട്. പേഷ്യൻസ് എപ്പോഴും കാഴ്ചക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ നേരെ പോകുന്നത് എവിടെയായിരിക്കും? ഒഫ്താൽമോളജിസ്റ്റ്. അപ്പോൾ ഒഫ്താൽമോളജിസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽ, നമ്മൾ വെറുതെ കാഴ്ച മാത്രം ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല. അതിൻ്റെ ഒരു ഫീൽഡ് ടെസ്റ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. നമ്മൾ ഫീൽഡ് കാഴ്ച നേരെ നോക്കുമ്പോൾ എത്രത്തോളം സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളൊരു ഫീൽഡ് ടെസ്റ്റ്. അത് ചെയ്യുമ്പോഴാണ് അവർക്ക് മനസ്സിലായത് കാഴ്ച ചുരുങ്ങിയിട്ടുണ്ട്. അതൊരു പ്രത്യേകതരം ബൈടെമ്പറൽ ഹെമിയോനോപ്പി എന്ന് പറയുന്ന ഒരു ഫിനോമിന. രണ്ട് സൈഡിൽ ചുരുങ്ങിയത് കാണുമ്പോൾ ക്ലാസിക്കാണ്. ഇത് പിറ്റ്യൂട്ടറിക്കകത്ത് വരുന്നൊരു സംഭവമാണ്. സ്കാൻ നേരെ ജനറലി ഒഫ്താൽമോളജിസ്റ്റ് അപ്പോൾ തന്നെ സ്കാൻ ഡിവൈസ്. അതുപോലെ തന്നെ ഹോർമോൺസ് എക്സസ് ആയിട്ട് സെക്രീറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ. അവർ ജനറലി ഹോർമോൺ എന്തെങ്കിലും ഇപ്പോൾ ബ്രസ്റ്റ് ഇത് വരുന്ന ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തായിരിക്കും ചിലപ്പോൾ പോകുന്നത്. അവർ ഹോർമോൺ അസസ് ചെയ്യുന്നു. പിന്നീട് എൻഡോക്രൈനോളജി പോകും. എൻഡോക്രൈനോളജിസ്റ്റാണ് ഡീറ്റെയിലായിട്ട് അസസ് ചെയ്ത് നോക്കുക. ഹോർമോൺ അസസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എൻഡോക്രൈനോളജിസ്റ്റാണ്. ഇങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇവർ ഡയഗ്നോസ് ചെയ്തിട്ട് സർജറി ആവശ്യമുള്ള സിറ്റുവേഷനിൽ നമ്മുടെ അടുത്ത് വരിക ചെയ്യാം. അപ്പം ഒന്ന് എൻഡോക്രൈനോളജി ആയിരിക്കാം ഇത് ഒരു പ്രൈമറി സ്ഥലത്തുനിന്ന് ഇതിൻ്റെ കൂടുതൽ പഠനങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ടെസ്റ്റുകളും നടത്തി എൻഡോക്രൈനോളജി ആയിരിക്കാം ഇതിന് സർജറി വേണോ വേണ്ടയോ എന്ന് തീരുമാനമെടുത്ത് സർജറി ആവശ്യമുണ്ടെങ്കിൽ ന്യൂറോ സർജറി റെഫർ ചെയ്യും. അതെ, സർജറി ആവശ്യമില്ലാത്തൊരു കണ്ടീഷനുണ്ട്. അതാണ് ഈ പറഞ്ഞു വരുന്നത്. പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ കൂടുതലായിട്ട് സെക്രീറ്റ് ചെയ്യുന്ന ടൈപ്പ് ട്യൂമേഴ്സ് ആണെങ്കിൽ, പ്രൊലാക്റ്റിനോമ എന്ന് പറയുന്ന ട്യൂമറാണ്, അതിന് നമുക്ക് മെഡിസിൻ ഉണ്ട്. കാബ്രഗോളി എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ട്. സാധാരണ ഇങ്ങനത്തെ കേസുകൾക്ക് പ്രൊലാക്റ്റിൻ കൂടുതൽ സെക്രീറ്റ് ചെയ്യുന്ന ട്യൂമേഴ്സിൽ 85% ആൾക്കാർക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ സാധനം ട്യൂമർ വറ്റിയങ്ങ് പോകും. ഒരു 15% ഉണ്ട് വർക്ക് ചെയ്യാതെ, ട്യൂമർ മരുന്ന് വർക്ക് ചെയ്യാതെ, അതിനകത്ത് നമുക്ക് സർജറി വേണ്ടി വരും. ബാക്കി എല്ലാ സിറ്റുവേഷനിലും സർജറി വേണ്ടി വരാറുണ്ട്. ഏത് പ്രായമുള്ള ആൾക്കാർക്കായിരിക്കും ഇത് കൂടുതൽ? ഇതൊരു യങ്സ്റ്റേഴ്സ് ആണോ അതോ പ്രായം? അല്ല, രണ്ട് എക്സ്ട്രീമിൽ. ഇതിപ്പം വരുന്നത് ഒരു 20-25 വയസ്സ് കഴിഞ്ഞിട്ട് 50-60 വയസ്സ് വരെ കാണാറുണ്ട് കൂടുതൽ. രണ്ട് എക്സ്ട്രീമിലും വരാം, പക്ഷെ കൂടുതലും വരുന്നത് 20s to 60 ചെറുപ്പക്കാരിലാണ്. അതെ അതെ അതെ. അപ്പം പലർക്കും ഇതിനെപ്പറ്റി അധികം അറിയാത്തതുകൊണ്ട് ഇത് ഈ സിംറ്റംസ് കാണുമ്പോഴും കുഴപ്പമില്ല, സാരമില്ല എന്ന് കൊണ്ട് നടക്കുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട്. സിംറ്റംസ് ഡൗട്ട് ഉണ്ട് നമുക്ക്. ഈ പറഞ്ഞ പോലെ വെയിറ്റ് ഗെയിൻ ഉണ്ട്, നമുക്ക് കുറയുന്നില്ല. എന്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും കുറയുന്നില്ല. അതല്ല BP വല്ലാണ്ട്, സ്ട്രെച്ച് മാർക്സ് വരുന്നു, കൈകാലും മെലിഞ്ഞിരിക്കുന്നു, പക്ഷേ ദേഹം വല്ലാണ്ട് വണ്ണം വയ്ക്കുന്നു. കുറേ സിംറ്റംസ് ഉണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ കൊണ്ടേ കാണിക്കണം. അതാണ് അതിൻ്റെ അകത്തുള്ള കാര്യം. ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ ചെറിയ കാര്യങ്ങളായിരിക്കും മിസ് ചെയ്യുന്നത്.
അപ്പോൾ ഏർലി സ്റ്റേജിൽ പിക്കപ്പ് ചെയ്ത് എപ്പോഴും സർജറിയും എളുപ്പമായിരിക്കും. അതാണ് എൻ്റെ പോയിന്റ്. അതാണ് കാരണം ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കാനും പറ്റും. പ്രത്യേകിച്ച് ഒരു തലയോട്ടിയിലുള്ള സർജറി ആകുമ്പോഴത്തേക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ നേരത്തെ ചെയ്യുന്ന പോലെയായിരിക്കും. ഇപ്പോൾ പലർക്കും ഇതിനെപ്പറ്റി അറിവില്ലാത്തൊരു പ്രശ്നമുണ്ട്. കാരണം പിറ്റ്യൂട്ടറി ട്യൂമർ എന്താന്ന് പോലും ജനങ്ങൾക്ക് അറിയില്ല. അപ്പം ഇതിനെ ആദ്യം കാണിക്കുന്ന ഡോക്ടറും അതിൻ്റെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസും അത് എൻഡോക്രൈനോളജി വരെ എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അത് ആദ്യം ചെയ്യേണ്ടത്. അതെനിക്കൊന്ന് അത് ഇന്നത്തെ നമ്മുടെ ഈ സംവാദത്തിൽ ആൾക്കാർക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഡോക്ടർ, ഈ പിറ്റ്യൂട്ടറി ട്യൂമർ, എൻഡോസ്കോപ്പി ട്യൂമർ അല്ലാണ്ട് ന്യൂറോ സർജറിയിലുള്ള പുതിയ അഡ്വാൻസ് ടെക്നോളജീസിനെ പറ്റി ഡോക്ടറിനെ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ അകത്ത് തന്നെ നമ്മളിപ്പോൾ ഈ എൻഡോസ്കോപ്പി ചെയ്യുന്നിടത്ത് തന്നെ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് നാവിഗേഷൻ അഡ്വാൻസ് കഴിഞ്ഞാൽ നമ്മൾ കാറിൻ്റെ GPS പോലെ ഡയറക്ഷൻ കാണിച്ചു തരുന്ന വഴി. അപ്പം മൂക്കിൻ്റെ നിങ്ങൾക്ക് ഊഹിക്കാവുന്ന മൂക്കിൻ്റെ ക്യാവിറ്റി എന്ന് പറയുന്നത് വലിയൊരു ക്യാവിറ്റി. അതിൻ്റെ അത് കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട്, ടർബിനേറ്റ്സ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സൈനസുകളൊക്കെ ഉണ്ട്. വഴിതെറ്റി പോകാനുള്ള സാധ്യത കൂടുതലാണ് സർജറിയുടെ സമയത്ത്. അപ്പോൾ ഇത് നമ്മൾ സർജറിക്ക് മുമ്പേ നമ്മളൊരു സെറ്റ് ഇമേജസ് എടുത്ത് അത് കമ്പ്യൂട്ടറിൽ ആഡ് ചെയ്ത് അത് പേഷ്യൻ്റെ ഇതുമായിട്ട് ലൈവായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് പാസ് ചെയ്യുമ്പോൾ നമ്മൾ എക്സാക്ട്ലി മൂക്കിൻ്റെ അകത്ത് എവിടെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ദാറ്റ്സ് നാവിഗേഷൻ എന്ന് പറഞ്ഞ സിസ്റ്റമാണത്. രണ്ടാമത് നമുക്ക് ഫർദർ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രോപ്പറേറ്റീവ് MRI. അതായത് നമ്മൾ സർജറി ചെയ്തു, ട്യൂമർ എടുത്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ട്യൂമർ കഴിഞ്ഞോ ഇല്ല നമുക്ക് തീർച്ചയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് MRI എടുക്കാം. നമുക്ക് സിസ്റ്റം ഉണ്ട്, നമ്മുടെ തിയേറ്ററിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ MRI ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പേഷ്യൻ്റ് ഇത് ക്ലോസ് ചെയ്ത് നിർത്തിയിട്ട് MRI എടുത്തിട്ട് ഇപ്പോൾ ട്യൂമർ ബാക്കിയുണ്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ബാക്കി സർജറിയും കൂടി ചെയ്യാം. ദാറ്റ് ഈസ് ആൻ ഓപ്ഷൻ. അപ്പം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട്സ് എപ്പോഴും ബെറ്ററായി കിട്ടുക. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചിന്തിക്കണം. നമ്മൾ ചെയ്ത് ജസ്റ്റ് ഇറങ്ങുക എന്നുള്ള, നമുക്ക് കഴിയുന്നത്ര എടുത്ത് മാറ്റണം എന്നുള്ളതാണ്. ക്യാൻസർ അല്ല എന്നിരുന്നാൽ പോലും കഴിയുന്നത്ര എടുത്ത് മാറ്റണം. ആ ഞരമ്പുകൾ ഫ്രീ ആക്കണം. പ്രത്യേകിച്ച് ഫങ്ഷനിങ് ട്യൂമേഴ്സ്, ഹോർമോൺ സെക്രേറ്റിംഗ് ട്യൂമേഴ്സ് ഒക്കെ ആണെങ്കിൽ മുഴുവൻ എടുക്കാൻ ശ്രമിക്കുക തന്നെ വേണം. അല്ലാണ്ട് അത് വർക്ക് ചെയ്യില്ല. ട്യൂമർ മുഴുവൻ എടുക്കാൻ ശ്രമിക്കണം. എനിക്ക് തോന്നുന്നു ആസ്ട്രോ മെഡ്സിറ്റി പോലെയുള്ള ആശുപത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ അത് തന്നെയാണ്. കാരണം ഈ സംവിധാനങ്ങളെല്ലാം ഒരു കുടക്കീഴിലുണ്ട്. മറ്റേ പേഷ്യൻസ് പറയുമ്പോൾ സർജറി കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഡേ ഒക്കെ ആയിരിക്കും MRI എടുത്ത് നോക്കേണ്ടത്. ഇൻട്രോപ്പറേറ്റീവ് MRI എന്ന വലിയൊരു പ്രത്യേകത നമുക്ക് തിയേറ്ററിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ MRI എടുക്കാനുള്ള സൗകര്യമുണ്ട്. അതേപോലെ നാവിഗേഷൻ ഫെസിലിറ്റി നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഉള്ള സ്ഥലങ്ങളിൽ ഇത്തരം സർജറി ചെയ്യുന്നതായിരിക്കും സേഫ്. അതാണ് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതേപോലെ ഒരു ടീം വർക്ക് ഉണ്ട് താനും. ഇപ്പോൾ ENT ആയാലും ന്യൂറോ സർജൻസ് ആയാലും ക്രിട്ടിക്കൽ കെയർ ടീം ആയാലും ഒഫ്താൽമോളജിസ്റ്റ് എല്ലാത്തിനും ഒരു ഒരുമിച്ചുള്ള ടീം വർക്ക് ഇത്തരം സർജറികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരു വ്യക്തിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ച് പഠിക്കുവാനും ഇതിനെപ്പറ്റി അറിവുണ്ടാകുവാനും, കാരണം ഇതൊരു സാധാരണ രോഗമല്ലല്ലോ, ഇത് ആർക്കും അറിയാത്ത രോഗമാണ്. ഒരു കോമൺ ലേമാനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം രോഗങ്ങളെപ്പറ്റി അറിയില്ല. അപ്പം അത് ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇത്തരം പോഡ്കാസ്റ്റിൻ്റെ തന്നെ ഉദ്ദേശം. ഡോക്ടർ ഈ വിലപ്പെട്ട സമയം നമുക്ക് തന്നതിന് ഏറ്റവും വലിയ സന്തോഷം. ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ. ഇനിയും ഇത്തരം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ നമ്മൾ നമ്പർ കൊടുക്കുന്നതാണ്, അവർക്ക് വിളിക്കാവുന്നതാണ്.